നിങ്ങൾ എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറിയത് നന്നായി. കാരണം നിങ്ങൾ ഈ പ്രൊഫഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസിനോട് ചെയ്യുന്ന ഒരു വലിയൊരു ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടൊരു ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ അടിയിൽ ഒരു കമന്റ് വന്നേ. ഞാൻ ഇതിലൂടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കേ. കമന്റ് സെക്ഷനിൽ ഞാൻ റിപ്ലൈ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അയ്യോ ചാക്കിൽ പണം വരാന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങുകയേ ചെയ്യരുത്. കാരണം ഫിസിയോതെറാപ്പി അങ്ങനത്തെ ഒരു ഫീൽഡ് അല്ല. ഇത് മെയിൻലി ഇത് സർവീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അതിന് മാത്രം പേയ്മെന്റും കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല. നമ്മൾ ബാക്കിയുള്ള കോഴ്സുകളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഫിസിയോതെറാപ്പി പഠിച്ചിറങ്ങി കഴിഞ്ഞ പാടെ നമുക്ക് ബേസിക് അത്രയും ശമ്പളം നമുക്ക് കിട്ടും. സാലറിയുടെ ബേസിസിൽ ഭയങ്കര കുറവാണ്. ഞാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലർ വ്യക്തി, കമന്റ് ഇട്ട വ്യക്തി ചില പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, ഡോക്ടർ പ്രിഫിക്സ് കിട്ടും, ആ ഒരു ഇന്റൻഷനിലാണ് വന്നിട്ടുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. ഡോക്ടർ പ്രിഫിക്സ് കിട്ടും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഫിസിയോതെറാപ്പി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇൻഫീരിയർ കോംപ്ലക്സും റെസ്പെക്ട് കിട്ടാത്തതും അങ്ങനത്തെ പല പല തോന്നലും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പൈസ പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ള മോഹം കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഫിസിയോതെറാപ്പിയിൽ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. പഠിച്ചിറങ്ങിയ പാടെ കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മൾ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വില നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പഠിച്ചിറങ്ങിയ പാടെ നമുക്ക് ഇതൊന്നും കിട്ടുന്നത് നമുക്ക് ആരും ഇതൊന്നും കൊണ്ടുതരില്ല. നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കുവാണ് വേണ്ടത്. ഇതൊക്കെ പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിന്റെ ഒരു മഹത്വം ശരിക്കും മനസ്സിലാക്കിയത്. എത്ര എത്ര പേഷ്യൻസ് ആണ് നമ്മുടെ ഫിസിയോതെറാപ്പി ഫീൽഡിൽ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കുന്ന എത്ര പേഷ്യൻസ് ആണ്. അവരുടെ ആ ഒരു ഹാപ്പിനെസ് മാത്രം മതി നമ്മുടെ ലൈഫിൽ നമുക്ക് ഫുൾഫിൽ ആയി എന്ന് തോന്നാൻ വേണ്ടിയിട്ട്. ഡോക്ടർ പ്രൊഫിക്സും അതുപോലെ തന്നെ പെട്ടെന്ന് പൈസക്കാരെ ആവാം ഫിസിയോതെറാപ്പി ചെയ്തിട്ട്, അങ്ങനെ ഒരു ബാഡ് ഇന്റൻഷനിൽ ഈ കോഴ്സിലേക്ക് എൻ്റർ ചെയ്ത ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറിയത് നന്നായി. കാരണം നിങ്ങൾ ഈ പ്രൊഫഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസിനോട് ചെയ്യുന്ന ഒരു വലിയൊരു ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷനിൽ നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കാത്തതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയത് നന്നായി. നിങ്ങളൊരു എക്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു.